ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മൗനജാഥയും ദീപപ്രതിജ്ഞയും നടത്തി. KPCC സെക്രട്ടറി കറ്റാനം ഷാജി ദീപം കൊളുത്തി. KPCC സെക്രട്ടറി ഇ സമീർ തീവ്രവാദ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മൗനജാഥ, ദീപപ്രതിജ്ഞയെടുക്കൽ എന്നിവ നടത്തി. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈൻലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ മതേതരത്വത്തിനു നേരെ, ഇന്ത്യൻ ജനാധിപത്യത്തിനു നേരെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തുന്ന ഭീകരാക്രമണവും വൈദേശിക വെല്ലുവിളികളും ചെറുക്കുവാൻ കഴിയാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികൾക്കെതിരായി നിലപാടെടുക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി ദേശത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനും വികാസം നിൽക്കുന്ന ചിത്രശക്തികളെ അമർച്ച ചെയ്യുവാൻ കഴിയാതിരുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനായ ഒരു താക്കീത് കൂടിയാണ് ഇത്തരത്തിൽ ദേശവ്യാപകമായി നടക്കുന്ന പ്രതിഷേധം. KPCC സെക്രട്ടറി കറ്റാനം ഷാജി ദീപം കൊളുത്തി. KPCC സെക്രട്ടറി ഇ സമീർ തീവ്രവാദ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. നിരപരാധികളുടെ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭീരുക്കളായ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എന്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, DCC ജനറൽ സെക്രട്ടറിമാരായ AJ ഷാജഹാൻ, AP ഷാജഹാൻ, രാജൻ ചിങ്കിളിൽ, UDF കൺവീനർ AM കബീർ, CS ഭാഷ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷുക്കൂർ വഴിച്ചേരി, ശോഭാ സുരേന്ദ്രൻ, സുരേഷ് കാട്ടുവള്ളിൽ, K നാസർ, VK വിശ്വനാഥൻ, വള്ളിയിൽ റസാഖ്, പത്മകുമാർ കൃഷ്ണപുരം, ബിധു രാഘവൻ, MR സലീം ഷാ, മഹാദേവൻ വാഴശ്ശേരിൽ, ബാബു കൊരമ്പള്ളിൽ, അഫ്സൽ പ്ലാമൂട്ടിൽ, MAK ആസാദ്, അൻസാരി കോയിക്കിലേത്ത്, R ഭദ്രൻ, H നജീം, തയ്യിൽ റഷീദ്, അസിം നാസർ, രാജീവ് വല്യത്ത്, ഹാഷിർ പുത്തൻകണ്ടം, PA കുഞ്ഞുമോൻ, ഷൈജു മുക്കിൽ, സന്തോഷ് വെളുത്തെടുത്ത്, തോമസ് ഏവൂർ, H നവാസ്, ബിജു പത്തിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.